ഇന്നിപ്പോൾ 9ാം ദിവസത്തിലേക്കാണ് കാളികാവിലെ കടുവാ ദൗത്യം കടന്നിരിക്കുന്നത്. കാളികാവിലെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലാണ് കഴിഞ്ഞ 2 ദിവസവും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. അവിടെ തന്നെ പാന്ത്ര എന്ന പ്രദേശത്തായിരുന്നു കടുവയുടെ സാന്നിധ്യം അറിഞ്ഞത്. അത് കേന്ദ്രീകരിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ തിരച്ചിൽ നടക്കുന്നത്. ഏക്കറുകളോളം റബ്ബർ എസ്റ്റേറ്റ് ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ഇപ്പോൾ മയക്കുവെടി വയ്ക്കാനുള്ള സംഘം ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇവിടെ പ്രദേശവാസികളായിട്ടുള്ളവരുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിങ്ങളെ വലയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ കടുവയുടേത്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഒക്കെ ഈ മല ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ജോലിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പോൾ ചുറ്റും കാടുകളായിട്ട് പമ്മി നിൽക്കാതെ എവിടെ നിൽക്കുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ കാണുന്നുണ്ട്, നാട്ടുകാരും കാണുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളൊക്കെ മലയിലുള്ളവരാണ് ഞങ്ങൾ രണ്ടാളും. പോകാനും പറ്റാതെ ഇവിടെ കുടുങ്ങി നിൽക്കുകയാണ്. കണ്ട പ്രദേശങ്ങളിലാണോ? അതിൻ്റെ മുകളിൽ ആ വഴിക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അവിടെ ഒരു 50 കിലോമീറ്ററുള്ളൂ പുള്ളിനെ കണ്ട സ്ഥലം. രാത്രിയൊക്കെ നിങ്ങളെവിടെ നാളും പേടിച്ചെന്നെ നിൽക്കുന്നത്, പേടിച്ചെന്നെ കിടക്കുന്നത്. എങ്ങോട്ട് ഇറങ്ങാനും പോകാനും പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കാം. അത് തിരിച്ചു പോകാൻ ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്ന് കാത്തിക്കുക. കടുവയുടെ സാന്നിധ്യം കണ്ട ആ നാൾ മുതൽ ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ കടുവയെ എത്രയും വേഗം പിടികൂടി അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ നിരന്തരമായി ഉന്നയിക്കുന്നത്. വനപാലകർ സ്ഥിരമായി എത്തി ഇവിടെ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും അതിലൊരു ഫലത്തിലോട്ട് എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇന്നും ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.